സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കുന്നന്താനം സിഹിയോനിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. അധ്യാപനത്തെ തൊഴിൽ മാത്രമായി കാണാതെ ദൈവനിയോഗമായി കണ്ട് വിദ്യാർത്ഥികളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കായി പ്രവർത്തിക്കാൻ അധ്യാപക സമൂഹത്തിന് കഴിയണമെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. പരിശുദ്ധ പിതാവ് ലിയോ പാപ്പ ഈ അടുത്ത നാളിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു അപ്പസ്തോലിക ലേഖനം, ഒരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ടൈറ്റിൽ ഡ്രോയിങ് ന്യൂ മാപ്സ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ഭൂപടങ്ങൾ, പുതിയ ഭൂപടങ്ങൾ രചിക്കുവാൻ എന്നുള്ളതായിരുന്നു. അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ ഡോക്യുമെൻറ്റുകളൊക്കെ ഇറങ്ങുമ്പോൾ കത്തോലിക്ക അധ്യാപകരെന്നുള്ള നിലയിൽ നിങ്ങളെല്ലാവരും അത് വായിച്ച് പഠിക്കണം. കാരണം പരിശുദ്ധ പിതാവ് കത്തോലിക്ക അധ്യാപകർ, കത്തോലിക്ക സ്ഥാപനങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ചിത്രം നമുക്ക് നൽകുകയാണ്. കലാകാലങ്ങളിൽ പരിശുദ്ധ പിതാക്കന്മാർ തരുന്ന പ്രബോധനങ്ങളാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ആദ്യമായിട്ട് തന്നെ പറയുന്നത്, കുട്ടികളുടെ ആന്തരിക ജീവിതത്തെ ശക്തിപ്പെടുത്തുകയാണ് കത്തോലിക്ക അധ്യാപകരുടെ പ്രധാനപ്പെട്ട ദൗത്യമെന്നാണ്. ചെറുപ്പക്കാർ, കുട്ടികൾ, അവർ ആന്തരികമായ ഒരു ആഴം തേടുന്നവരാണ്. അതുകൊണ്ട് നിശബ്ദതയിൽ, ഡിസേൺമെൻറ്റിൽ, ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിലൊക്കെ സമയം ചെലവഴിക്കാൻ കുട്ടികളെ നമ്മൾ ഒരുക്കണം. ഇതാണ് അദ്ദേഹം ആദ്യമായിട്ട് കത്തോലിക്ക അധ്യാപകരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമ്മൾ കുറേയൊക്കെ അത് ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ നമുക്ക് ആത്മീയ ജീവിതത്തിന് കുറച്ചൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആദ്യ വെള്ളിയാഴ്ച കുർബാനയൊക്കെ കാണും, അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്, മാനവികമായ ഒരു ഡിജിറ്റൽ കൾച്ചർ അത് വളർത്തിയെടുക്കാനായിട്ട് കത്തോലിക്ക അധ്യാപകർ ശ്രമിക്കണം. ഹ്യൂമെയിൻ ഡിജിറ്റൽ കൾച്ചർ, അത് നമ്മൾ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം വിവേകപൂർവ്വം ഉപയോഗിക്കാനും മനുഷ്യനെ കേന്ദ്രമാക്കി അതെല്ലാം ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുക. നിങ്ങൾക്കറിയാം, ഇന്നിപ്പോൾ AI ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൽഗരിതംസാണ് എല്ലാത്തിനെയും നയിക്കുന്നത്. മനുഷ്യൻ എന്താണ് എന്നുള്ളതിനേക്കാളും ഇപ്പോൾ ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്നറിയുന്നത് അയാളുടെ കമ്പ്യൂട്ടറിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന അയാളുടെ ചരിത്രമാണ്. ചില ലക്ഷണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ കുറ്റവാളിയായിട്ട് ഈ കുറ്റകൃത്യം ചെയ്യാൻ ഇയാൾ സാധ്യതയുണ്ടെന്ന് കമ്പ്യൂട്ടർ നമ്മളോട് പറഞ്ഞു തരികയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷേ അതൊക്കെ എത്രമാത്രം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും? ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു മനുഷ്യനെയും മുദ്ര കുത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ കുറച്ച് ആൽഗരിതംസിൻ്റെ തലത്തിലേക്ക് ഇതെല്ലാം അങ്ങോട്ട് മാറുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് മനുഷ്യനെ പ്രതിഷ്ഠിക്കുവാനും മാനവികമായ ഒരു ഡിജിറ്റൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യാനും നമ്മൾ കുട്ടികളെ ഒരുക്കണം. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്, നമ്മൾ ഒരു നോൺ വയലൻ്റ് ലാംഗ്വേജ്, അഹിംസാത്മകമായ ഒരു ഭാഷ പറയാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. ഒത്തിരിയേറെ യുദ്ധങ്ങളുടെയും ഭിന്നതകളുടെയും കാലത്ത് സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പാലം പണിയുടെയും ഒക്കെ വക്താക്കളാക്കാനായിട്ട് കുട്ടികളെ നമ്മൾ ഒരുക്കണം എന്നദ്ദേഹം പറയുകയാണ്. മത്തായി 5:9 ഉദ്ധരിച്ചുകൊണ്ട്, സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, ആ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് നമ്മളോട് അത് ആവശ്യപ്പെടുന്നത്. നമുക്ക് നമ്മുടെ അധ്യാപന ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം കുറച്ച് സിലബസ് പഠിപ്പിച്ച് തീർക്കുക, അല്ലെങ്കിൽ കുറച്ച് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മുടെ സ്കൂളുകളിൽ വരുന്ന കുട്ടികളിൽ ഒരു ആന്തരികമായ ചൈതന്യം ഉണർത്താനായിട്ട് സാധിക്കണം. അമേരിക്ക പോലൊരു രാജ്യത്ത് പബ്ലിക് എഡ്യൂക്കേഷൻ, പ്രൈവറ്റ് സ്കൂളുകൾ, ഇതെല്ലാം വളരെ വ്യാപകമായ ഒരു രാജ്യത്ത് കാത്തലിക് സ്കൂളുകളിൽ ചേർക്കാനായിട്ട് അവിടുത്തെ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ കാത്തലിക് സ്കൂളുകളിൽ വിടാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു നല്ല വാർത്ത പലപ്പോഴും കേട്ടിട്ടുണ്ട്.
കാത്തലിക് സ്കൂളുകളെല്ലാം പ്രൈവറ്റ് സ്കൂളുകളാണ്. വലിയ തുക മുടക്കി വേണം അവിടെ കുട്ടികളെ വിടാൻ. പക്ഷേ അവരവിടെ ധൈര്യപൂർവ്വം വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസമുള്ളവർ അധ്യാപകരായിട്ട് മാറി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക പോലൊരു രാജ്യത്ത് പോലും കത്തോലിക്ക വിദ്യാലയങ്ങൾക്ക് അതിൻ്റേതായ ഒരു വ്യതിരിക്തതയും വ്യക്തിത്വവും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും നമ്മുടെ ന്യൂനപക്ഷ അവകാശങ്ങളൊക്കെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസവും സംസ്കാരവും എല്ലാം സംരക്ഷിക്കാനാണ് എന്നു കൂടിയുള്ള ഒരു വലിയ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ആ ഒരു രീതിയിൽ മികച്ച അധ്യാപനത്തിൻ്റെ സംസ്കാരത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. നമ്മൾ കേവലം ഒരു തൊഴിൽ പോലെ ഇതിനെ കാണാതെ ഇതൊരു ദൈവവിളിയാണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂൾ നിലനിൽക്കേണ്ടത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ്. ഈ വിദ്യാലയത്തിൽ കൂടുതൽ കുട്ടികൾ വരേണ്ടത് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ആവശ്യമാണെന്നുള്ളൊരു ബോധ്യത്തോടെ വിദ്യാഭ്യാസത്തെ നോക്കിക്കാണാനും നമ്മുടെ ഈ അധ്യാപന ശുശ്രൂഷയെ നോക്കിക്കാണാനുമെല്ലാം നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ന്യൂനപക്ഷ അവകാശ പോരാളി എന്ന പേരിൽ അറിയപ്പെടുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിലിന്റെ കബറിടത്തിൽ നിന്ന് ഛായാചിത്ര പ്രയാണം ആരംഭിച്ചതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തിരുവല്ല ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് പതാക സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യുവിന് കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രയാണം കുന്നന്താനം സിഹിയോനിൽ എത്തിച്ചേർന്നതോടെ സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു പതാക ഉയർത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA ജോണി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അജു കെ നാരായണൻ സെമിനാർ നയിച്ചു. സംസ്ഥാന ഡയറക്ടർ ഫാദർ ആന്റണി അറക്കൽ, ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സ്കറിയ കന്യാകോണിൽ, കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോബി മൂലയിൽ, ഡോക്ടർ ജിഷാമോൾ അലക്സ്, KG സാബു, CJ ആന്റണി, സുഭാഷ് മാത്യു, ബിജു P ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ഷിഖൈന ന്യൂസ്, കോട്ടയം.